2012 മോഡൽ ഡീസൽ വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പാണ്. ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1.5 വിലയാണ് കേട്ടോ. അതായത് വെറും 69,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. 20 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 16 വണ്ടി 1,99,000 രൂപയാണ് നിങ്ങൾക്ക് വില വരുന്നത്. ഇപ്പോൾ ഈ 15-16 ഒക്കെ മേലേക്കുള്ള വണ്ടിയൊക്കെ എല്ലാത്തിനും നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും കേട്ടോ. ഇതിന് എന്ത് വില ഉണ്ടാവും? സാധാരണ നമ്മൾ കാണിച്ചിട്ടുള്ള അത്യാവശ്യം എന്തായാലും ഒരു 1.5 ഒക്കെ മേലെ വില ഉണ്ടാവില്ലേ? ഇത് നിങ്ങൾക്ക് വെറും 1,09,000 രൂപയ്ക്ക് 50 അല്ല 80 അല്ല വെറും 1,09,000 റുപ്പീസിന് 16 പെട്രോൾ വെറും 55,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് വെറും 1,69,000 രൂപയ്ക്കാണ് തരുന്നത് എന്നുള്ളത് ആലോചിക്കണം കേട്ടോ. ലോ ബഡ്ജറ്റ് വണ്ടികളിൽ അവസാനിച്ചു നിങ്ങൾ വിചാരിച്ചോ? ഒരിക്കലുമില്ല, അവസാനിക്കില്ല. അതേപോലെ തന്നെ അതാ നല്ല അടിപൊളി ഒരു 2013 ഇയോൺ എറാ പ്ലസ് വണ്ടി 18 വണ്ടിയാണ്. 5,10 ആലോചിക്കണം. 5,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 വണ്ടി ഇത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞത് വെറുതെ അല്ല. ഇവിടെയുള്ള വണ്ടികളുടെ വില നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് എക്സാക്ട്ലി മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ, അതായത് ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം വിലക്കുറവിൽ ഇന്നിവിടെ ഒരു മേള നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തോന്നുന്നുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ എക്സാക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പാണ്. തളിപ്പറമ്പുള്ള നമ്മുടെ മൈക്കാർ പ്രിയോണ്ട് കാർസിലാണ് കേട്ടോ. അതായത് ഇവർ ശരിക്കും OLXന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സും കൂടിയാണ്. ചിറവക്കുന്നാണ് ഇവരുടെ ഒരു എക്സാക്ട് ലൊക്കേഷൻ്റെ പേര്. ഇവിടെ ഒരു ഡ്രീം മാൾ ഉണ്ട്. ആ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-40 വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടീൻ്റെ വില തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പറഞ്ഞതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ വിലക്കുറവിൻ്റെ വിപ്ലവം എന്ന് ചുമ്മാ പറഞ്ഞല്ല, ശരിക്കും ഉള്ളത് തന്നെയാണെന്നുള്ളത്. അതായത് ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ഉണ്ട്. സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടികളും ഇന്നിവിടെ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത്. ഈ കാണുന്നത് എല്ലാ വണ്ടിയിലും ഇവർ ഇതേപോലെ നോട്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഒരുപാടധികം കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കാരണം ഒരുപാടധികം വണ്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ സ്റ്റാഫ് എല്ലാവരും കുറച്ച് തിരക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അവർ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്തു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ആൾക്കാർ നല്ല ചെറിയ പൈസയ്ക്ക് വണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യാണ്ടിരിക്കേണ്ട കേട്ടോ, എല്ലാവരും ചെയ്തോളൂ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ചധികം നല്ല കീഴിലെ വണ്ടികൾ കാണിച്ചു തരാം. വേമ്പ അപ്പോൾ എന്തായാലും നമ്മുടെ മൈക്കാറിലെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ബീറ്റാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു കാര്യങ്ങൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ നിങ്ങളെ കാണിക്കാണ്ട്. അപ്പോൾ മാക്സിമം ഒറ്റ എപ്പിസോഡിൽ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവർ ആരെയും കൂട്ടാണ്ട് വേഗം എനിക്കാകുമ്പോൾ പിന്നെ ഈ ഡീറ്റെയിൽ നോക്കി ഇങ്ങ് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി ഇതിൻ്റെ വില നിങ്ങൾ ഞെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് 2012 മോഡൽ ഡീസൽ വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പാണ്. 2025 ജൂൺ വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഇൻഷുറൻസും അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ഷെവർലെറ്റ് ബീറ്റ്. ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1.5 വിലയാണ് കേട്ടോ. അതായത് വെറും 69,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. 20 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ബീറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക കേട്ടോ. കാരണം ഡീസൽ വണ്ടിയിൽ കുറച്ച് പഴയ വണ്ടിയും കൂടിയാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ ഈ ടർബോയും ഇഞ്ചക്ടറൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. 69,000 രൂപയ്ക്ക് കിട്ടും. ആ പറഞ്ഞ പ്രൈസിൽ നെഗോസിയേഷൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിലും കുറച്ചിട്ടൊക്കെ നെഗോസിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ തരാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഡീസലാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. മാക്സിമം വണ്ടികളുടെയൊക്കെ പ്രൈസ് ഫൈനലാണെന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. അതുപോലെ തന്നെ 2016 മോഡൽ പെട്രോള് കിഡാണ്. 1,00,000 കിലോമീറ്റർ ഓടിൻ്റെ സിംഗിൾ ഓണറാണ്. 2025 1 മാസം വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 16 മോഡൽ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 1,00,000 കിലോമീറ്റർ അത്ര വലിയ ഓട്ടോ അല്ല. പിന്നെ പ്രത്യേകിച്ച് പെട്രോൾ ആയതുകൊണ്ട് വേറെ കാര്യമായ കംപ്ലയിൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 16 വണ്ടി 1,99,000 രൂപയാണ് നിങ്ങൾക്ക് വില വരുന്നത്. ഇപ്പോൾ ഈ 15-16 ഒക്കെ മേലേക്കുള്ള വണ്ടിയൊക്കെ എല്ലാത്തിനും നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും കേട്ടോ. പിന്നെ ഈ ബീറ്റിനൊന്നും ഒരിക്കലും ലോൺ കിട്ടൂല. അത് അന്വേഷിച്ച് നടക്കുക വേണ്ട. ഒക്കെ റെഡി ക്യാഷിന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ 16 വണ്ടി ആയതുകൊണ്ട് തന്നെ ഫുൾ ലോൺ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. 1,99,000 രൂപയ്ക്ക് 2016 വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വില നിങ്ങളെ ഞെട്ടിക്കുന്നൊരു വിലയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ 2014 മോഡൽ 15 പെട്രോളിൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡാറ്റ്സൻ്റെ റെഡിഗോയാണ് കേട്ടോ. റെഡിഗോ അല്ല, ഗോയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സും ടയർ ബാക്കിലെ 2 ടയർ അത്യാവശ്യം നല്ല കട്ട ടയർ ഉണ്ട് കേട്ടോ.
പിന്നെ 2 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. വേറെ കാര്യമായിട്ടുള്ളൊരു അപാകത കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഇപ്പോൾ പറയാനില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതായത് 14-15 ഗോ. ഇതിന് എന്ത് വില ഉണ്ടാവും? സാധാരണ നമ്മൾ കാണിച്ചിട്ടുള്ള അത്യാവശ്യം എന്തായാലും ഒരു 1.5 മേലെ വില ഉണ്ടാവില്ലേ? ഇത് നിങ്ങൾക്ക് വെറും 1,09,000 രൂപയ്ക്ക്, 50 അല്ല 80 അല്ല, വെറും 1,09,000 റുപ്പീസിന് 9,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. 1.5 ലക്ഷം രൂപ സുഖമായിട്ട് നിങ്ങൾക്ക് ലോണും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 10-40,000 രൂപ അങ്ങോട്ട് കിട്ടും. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14-15 വണ്ടി 1,09,000 രൂപയ്ക്ക്. ഇത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല എന്ന് ഗ്യാരണ്ടിയാണ്. ചെക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ അതാ ഒരു റെഡിഗോ ഉണ്ട്. റെഡിഗോ 2016 പെട്രോളാണ്. 55,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. അതായത് 2025 7 മാസം വരെ നിങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. 2016 പെട്രോൾ വെറും 55,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് തരുന്ന വിലയാണ് ഹൈലൈറ്റ്. 1,69,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വണ്ടി തരുന്നത് കേട്ടോ. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും. പിന്നെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിക്ക് നിൽക്കുന്ന വണ്ടി തന്നെയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ ചെറിയ പെയിന്റ് ഒക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫീഡ് ആയിട്ടൊക്കെ ഉണ്ടെന്ന് പോളിഷൊക്കെ ചെയ്യേണ്ടത് എന്തായാലും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെയ്താൽ മതി. 16 പെട്രോൾ വെറും 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് വെറും 1,69,000 രൂപയ്ക്കാണ് തരുന്നത് എന്നുള്ളത് ആലോചിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഗോ പ്ലസ് ഡാച്ചിൻ്റെ 7 സീറ്റർ വണ്ടിയാണ്. 2017 മോഡൽ പെട്രോൾ 63,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ് കേട്ടോ. പിന്നെ ഇൻഷുറൻസ് നിലവിൽ എക്സ്പയർഡ് ആണ്. നിങ്ങൾക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് തരും. ഫുൾ ലോണും കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനീ പറഞ്ഞ ഈ റെഡിഗോയ്ക്ക് കിട്ടും, ഫുൾ ലോൺ കിട്ടും. അതുപോലെ തന്നെ ഈ ഗോ പ്ലസിനും ഗോ പ്ലസിനും എല്ലാത്തിനും ഫുൾ ലോൺ കിട്ടും. അപ്പോൾ എന്തായാലും 17 പെട്രോൾ 63,000 രൂപയുടെ സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് വെറും 2.5 ലക്ഷം രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ. 2,50,000 രൂപയ്ക്ക് 7 സീറ്റർ വണ്ടിയാണ് കിട്ടുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോശമൊന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു 7 സീറ്റർ വണ്ടിയല്ലേ പറയുമ്പോൾ പിന്നെ ബാക്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 7 സീറ്റർ വണ്ടിയാണ് കിട്ടുന്നത്. 63,000 ഓടിയിട്ടുള്ളൂ. ഈ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എല്ലാ വണ്ടീൻ്റെയും ഹിസ്റ്ററി നോക്കുക. അതുപോലെ തന്നെ മാക്സിമം ചെക്ക് ചെയ്യുക. കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. 2017 വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക് മിസ് ചെയ്യണ്ട, ഫുൾ ലോണും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സെയിം സാധനം പറഞ്ഞ വണ്ടിയിൽ 2015 മോഡലാണ്. പെട്രോൾ 87,000 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. ഇതും 7 സീറ്റർ തന്നെയാണ്. അത്യാവശ്യം ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ വരും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് വണ്ടിയാണ്. പിന്നെ ഇതിലെനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള സ്ക്രാച്ചസ് ഒന്നും ഇല്ല. അതൊക്കെ ഫുള്ള് പൊടിയടിച്ച് കിടക്കുന്നതാണ്. ഒന്ന് പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയാവും. 7 സീറ്റർ വണ്ടിയാണെന്നുള്ളതാണ് ഹൈലൈറ്റ്. 87,000 ഓടിയിട്ടുള്ളൂ. 15 മോഡലാണ്. ഇത് നിങ്ങൾക്ക് 2,20,000 രൂപയ്ക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ഉണ്ട്. ഈ 2,20,000 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം ഫുൾ ലോണിൽ തന്നെ കിട്ടും. മാക്സിമം നല്ല ഫുൾ ലോണിന് കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഫുൾ ലോണൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊഫൈലാണ്. ആ പ്രൊഫൈൽ പക്കയായിരിക്കണം എന്നുള്ളത് എടുത്ത് വീണ്ടും പറയുന്നു. പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോണും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. 15 വണ്ടി 2,20,000 7 സീറ്റർ നോക്കിക്കോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ലോ ബഡ്ജറ്റ് വണ്ടികളുടെ അവസാനിച്ചു നിങ്ങൾ വിചാരിച്ചോ? ഒരിക്കലുമില്ല, അവസാനിക്കില്ല. അതേപോലെ തന്നെ അതാ നല്ല അടിപൊളി ഒരു 2013 ഇയോൺ എറാ പ്ലസ് വണ്ടി 76,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. ഇത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ്. 1,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 13 വണ്ടി എടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ എല്ലാ വണ്ടിയും മാക്സിമം ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. ഈ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പഴയ വണ്ടികളാണ്, കറക്റ്റാണോ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും 13 വണ്ടി 1,80,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ വെള്ള വണ്ടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് 12 ആണ് കേട്ടോ. 2012 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ കേട്ടോ. 12 ആണെങ്കിൽ പോലും. ഇത് ഇറാ പ്ലസ് തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ്. 2012 വണ്ടി നിങ്ങൾക്ക് 1,55,000 രൂപയ്ക്ക് എടുക്കാം കേട്ടോ. 1,55,000 രൂപയ്ക്ക് 2012 വണ്ടി കൊണ്ടുപോകാം. ഈ പറഞ്ഞ 2012 വണ്ടിക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ 1,55 ഫുൾ ലോൺ തന്നെ കയറും കേട്ടോ. ആ 13 വണ്ടിക്കൊക്കെ മാക്സിമം നിങ്ങൾക്ക് ലോൺ കിട്ടും. പ്രൊഫൈൽ പക്കയാണെങ്കിൽ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോണിൻ്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അറ്റ ഇവർ ചെയ്തും തരും. ഒരു യോണും കൂടി കാണിച്ചു തരാം. ഇത് 2014 ആണ് കേട്ടോ. 2014 വണ്ടി പെട്രോളാണ്. 79,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ്. 4/2025 വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. 1,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 വണ്ടി കൊണ്ടുപോകാം. അതിൻ്റെ ഇന്റീരിയറൊക്കെ അടിപൊളി നല്ല സീറ്റോറൊക്കെ ചെയ്താണ് കേട്ടോ. ഇതിലും AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. പിന്നെ വേറെ അപാകതകളൊന്നും നിലവിൽ കാണുന്നില്ല. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ ലോ ബഡ്ജറ്റിൽ ചെറിയ വണ്ടികളാണ്. നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക.
വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഒന്നും നോക്കാണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. എന്തായാലും 2014 വണ്ടി 1,99,000 രൂപ കിട്ടും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അൾട്ടോ ഉണ്ട്. അൾട്ടോ 800 LXI 2017 പെട്രോള് 79,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. 17 79,000 ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണറാണ്. അതായത് 5-ാം മാസം 25-ാം തീയതി, അതായത് 25 അടുത്ത വർഷം 5-ാം മാസം വരെ ഇതിനകത്ത് ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിൻ്റെ AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും. LXI ആണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ സാധാ സാധനം ഇരിപ്പുണ്ട്, ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി ചെയ്താൽ മതി. ടയർ ഭാഗങ്ങളൊക്കെ എല്ലാ വണ്ടീൻ്റെയും അത്യാവശ്യം എന്താ പറയുക ഒരു 100 ഉള്ളത് ഞാൻ പറയാം. അല്ലാത്തതൊക്കെ ഒരു 60-70% കൂട്ടി കിട്ടും. നിങ്ങൾക്ക് ഒരു 10,000 കിലോമീറ്ററിനൊക്കെ മേലെ സുഖമായിട്ട് ഓടിക്കാം. അതിനുശേഷം നിങ്ങൾ മാറിയാൽ മതി. അപ്പോൾ എന്തായാലും 17-79,000 രൂപയുടെ സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് 2,75,000 രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറയാനുള്ളത് കുറച്ച് തരും. വലിയൊരു നെഗോസിയേഷൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം അത്രയും വില കുറച്ചിട്ടാണ് ഇപ്രാവശ്യം എന്തായാലും വണ്ടികളൊക്കെ ഇവരോട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവർ ഇവരോട് മാക്സിമം ഇനിയും കുറയ്ക്കുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു മാക്സിമം കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് നിങ്ങൾ വന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം ചെയ്തു തരാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും നോക്കിക്കോളൂ. പിന്നെ ഒരുവിധം വണ്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും, പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രം. ഒരു യോണും കൂടി കാണിച്ചാൽ അപ്പോൾ അത് ഏകദേശം 4ാമത്തെ യോൺ കേട്ടോ. 4 യോൺ ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും 2017 വണ്ടിയാണ് കേട്ടോ. 17-81,000 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ മാഗ്ന പ്ലസ് ആണ്. എന്തായാലും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് കേട്ടോ. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. 17-81,000 സെക്കൻഡ് ഓണർ വണ്ടി നിങ്ങൾക്ക് 2,55,000 രൂപയ്ക്ക് എടുക്കാം. 2017 വണ്ടിയാണ് ആലോചിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു അൾട്ടോയും കൂടി കിടപ്പുണ്ട്. ഇത് VXI ആണ്, 2015 ആണ്, 80,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. വണ്ടി ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. ബാക്കിൽ ഒരു 90% ടയറും ഉണ്ട്. ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ ആണുള്ളത്. അതുപോലെ തന്നെ അപാകതകളൊന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും VXI വണ്ടിയല്ലേ, ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല. അപ്പോൾ മോശമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2015 വണ്ടി നിങ്ങൾക്ക് തരുന്ന വില എന്ന് പറയുന്നത് 2,60,000 രൂപയാണ് ഇവർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറയാണെങ്കിൽ ഇവരോട് സംസാരിച്ചാൽ കുറച്ച് തരും കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 15 വണ്ടി 80,000 ഓടിയ വണ്ടി 260 കേട്ടോ. മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു കേട്ടൻ കിടപ്പുണ്ട് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അൾട്ടോ കേട്ടൻ VXI AMT ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും. VXI ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ 2016 മോഡലാണ്. 79,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 3rd ഓണർഷിപ്പാണ് കേട്ടോ. ഇൻഷുറൻസ് ഒക്കെ ജനുവരി വരെ ഉണ്ട്. ഇതിന് ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,10,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ കുറയാണ്ടെങ്കിൽ കുറച്ച് തരും കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും. VXI AMT ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതായത് ടൗണിലേക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു വണ്ടി. എന്താ പറയുക, സ്ത്രീകൾക്കൊക്കെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. മാരുതിയിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും 16-79,000 ഓടിയ വണ്ടി 310 നോക്കിക്കോളൂ. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു i20 മാഗ്ന 2018 മോഡൽ ഉണ്ട് കേട്ടോ. 18 സിംഗിൾ ഓണറാണ്. 25, അതായത് അടുത്ത വർഷം 3-ാം മാസം വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 18 വണ്ടിയാണ്. ഇതിൻ്റെ വിലയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. 18 ഇത് ഓടിയിട്ടുള്ളത് 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. വലിയൊരു ഓട്ടമൊന്നും പറയാനില്ല. പെട്രോൾ ആണ്, ഒരു കംപ്ലൈൻറ്റും വരില്ല, ധൈര്യം എടുക്കാം. ഇന്ത്യയിൽ നല്ല നീറ്റാണ്. ടയർ ഭാഗങ്ങൾ ബാക്കും ഫ്രണ്ടും ഏകദേശം 90% തന്നെ ഉണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ടയറുണ്ട്. ഫ്രണ്ടിൽ ലേശം കുറവാണ് കേട്ടോ. ബാക്കിലാണ് പുതിയ 2 ടയർ ഉള്ളത്. പിന്നെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും കാണുന്നില്ല, ഒന്നും മാറിയതായിട്ട് കാണുന്നില്ല. 18 മോഡലാണ്. ഞാൻ വീണ്ടും പറയുന്നു, 18 മോഡൽ 57,000 രൂപയുടെ സിംഗിൾ ഓണർ വണ്ടി. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5,10,000 രൂപയാണ്. ഫുൾ ഓണിൻ്റെ മേലെ നിങ്ങൾക്ക് പൈസ തരും. 18 വണ്ടിയാണ്. 5,10,000 ആലോചിക്കണം. 5,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 വണ്ടി ഇത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ ഈ വക സാധനം ഒന്ന് മിസ് ചെയ്ത് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ അന്വേഷിച്ചിരുന്ന ഒരു കാരണവശാലും കിട്ടൂല. 5,10,000 2018 വണ്ടി മിസ് ചെയ്യാൻ നോക്കും. വെറും 85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി 2010 മോഡൽ അൾട്ടോ വേണമെങ്കിൽ 1,19,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. LXI ആണ് കേട്ടോ. ഈ മെയിൻ ഇവിടെ ചെറിയൊരു ക്രാക്ക് കിടപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കല്ലടിച്ചാണ്. വെറും 85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 മോഡൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം. മേജറായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇത് മെയിൻ ക്ലാസ് ഓൾറെഡി ഒന്ന് മാറിയതാണ്. വീണ്ടും പൊട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. വേറെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും 10 മോഡലുണ്ട്. അത് നിങ്ങൾക്ക് 85 രൂപയ്ക്ക് കിട്ടും. അത് തുറക്കാൻ കുറച്ച് ഗ്യാപ്പ് കുറവ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് ഇവർ അയച്ചു തരും കേട്ടോ. പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ ഏതെങ്കിലും വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ കേട്ടോ. ഇവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അതുപോലെ തന്നെ ടാറ്റ നാനോ ട്വിസ്റ്റ് XM 2017 പെട്രോൾ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സാധനം. 42,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് 1,49,000 രൂപ കിട്ടും കേട്ടോ. 17 നാനോ ട്വിസ്റ്റ് XM കേട്ടോ.
അപ്പോൾ എന്തായാലും മോശമില്ലാത്ത വൃത്തിയുള്ള വണ്ടി. ഇതിനും ഈ മെയിൻ ഗ്ലാസ്സിനൊരു പൊട്ടുണ്ട്. ഇതും ഇടിച്ചൊന്നുമല്ല, ക്രാക്ക് ആയതാണ്. ഇത് മെയിൻ ഗ്ലാസ് മാറാത്തതാണ്, ഒറിജിനൽ ഗ്ലാസ് ആണ് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. 17 ഇതും 2017 തന്നെയാണല്ലോ. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXI ഓപ്ഷനിലാണ് കേട്ടോ. ഇതാകുമ്പോൾ എയർ ബാഗ് കൂടുതൽ വരും. സിംഗിൾ ഓണർ ആണ്. വെറും 50,000 17 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ VXI ഓപ്ഷനിലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ എയർ ബാഗ് വരും. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും തന്നെ വണ്ടീൻ്റെ പുറമെ കാണാനില്ല. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇതിൽ മെയിൻ ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയില്ല കേട്ടോ. എല്ലാം മെയിൻ കമ്പനി വന്ന സാധനം തന്നെയാണ്. ഇതിന് നിങ്ങൾക്ക് വരുന്ന വില എന്ന് പറയുന്നത് 5,39,000 രൂപയാണ്. സിംഗിൾ ഓണർ 50,000 കിലോമീറ്ററുടെ 17 വണ്ടി VXI ഓപ്ഷനിൽ 5,39,000 രൂപ കേട്ടോ. അതുപോലെ തന്നെ ഇത് 2017 തന്നെയാണ് കേട്ടോ. 17 വണ്ടി ഇതങ്ങനെ എല്ലായിടത്തും കാണാത്ത സാധനം ഇവരുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ 17 വണ്ടി തന്നെ, മൂന്നാമത്തെ 17 ആണ്. 64,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2025 ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ആണ്. അതിന് വരുന്ന വില എന്ന് പറയുന്നത് 5,35,000 രൂപയാണ് കേട്ടോ. VXI ആണ്, 2017 ആണ്. എന്തായാലും നോക്കിക്കോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇത് വണ്ടീന് ലോക്കാന്ന് തോന്നുന്നുണ്ട്. കാണിച്ച എല്ലാത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ടച്ചപ്പോ കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അടുത്തത് 12 മോഡൽ VDI. 12 ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ. 12 മോഡൽ VDI ആണ്. ഡീസലാണ് കേട്ടോ. 3 പെട്രോൾ വണ്ടി കാണിച്ചു. അപ്പോൾ അടുത്ത ഒരു ഡീസൽ വണ്ടി കാണിക്കാം. എനിക്ക് തോന്നുന്നു 12 90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം ഡീസൽ വണ്ടി 12 90 ഓടിയിട്ടുള്ളതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് എടുക്കാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമല്ല കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, 12 വണ്ടിയല്ലേ, അതും VDI 90,000 ഞാൻ പറഞ്ഞു. കിലോമീറ്റർ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഹിസ്റ്ററിയൊക്കെ നോക്കിക്കോളൂ. മേജർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഇതിൽ ഇപ്പം നിലവിൽ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. 12 തന്നെയാണുള്ളത്. സൈഡിലെ ഗ്ലാസുകളൊന്നും തന്നെ മാറിയിട്ടില്ല കേട്ടോ. എല്ലാം ആ ഒരു കമ്പനി ഗ്ലാസ് തന്നെയാണ്. 12 മോഡൽ VDI 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി നിങ്ങൾക്ക് 3,33,000 രൂപയ്ക്ക് കൊണ്ടു കേട്ടോ. 3,33,000 12 വണ്ടി VDI എടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് സ്വിഫ്റ്റ് VXI 17 ആണ് കേട്ടോ. അടുത്ത 17, നാലാമത്തെ 17 ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ 17 വണ്ടി എവിടെ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇവിടെ കുറേ എണ്ണം കിടപ്പുണ്ട്. ഇത് 2017 38,000 കിലോമീറ്റർ വെറും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. VXI ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. VXI എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിൽ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല പുത്തൻ ടയർ കേട്ടോ. എന്താ പറയുക, അധികം ഓടാത്ത ടയറാണ് ഫ്രണ്ടിലൊക്കെ കിടക്കുന്നത്. ഇന്റീരിയർ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 17 വണ്ടി പെട്രോൾ 38,000 VXI നിങ്ങൾക്ക് 5,46,000 രൂപയ്ക്ക് വെറും 38,000 കിലോമീറ്റർ 17 വണ്ടി കൊണ്ടു കേട്ടോ. അതുപോലെ തന്നെ ഒരു VDI വണ്ടി കാണിച്ചു തരാം. 12-13 ആണ്. ഡീസലാണ്. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. VDI ആയതുകൊണ്ട്, ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം ഓടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ അലോയ് വീലിങ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടയർ ഉണ്ടോ, അത്യാവശ്യം മോശമില്ലാത്ത ടയർ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സുഖമായിട്ടൊരു 10,000-15,000 കിലോമീറ്ററിന് മേലെ ഓടിക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 12 ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. VDI ആണെന്ന് ഞാൻ പറഞ്ഞു. നല്ല ക്ലീൻ ആട്ടോ. ഇൻറ്റീരിയർ മോശമൊന്നുമില്ല. സീറ്റ് ഒക്കെ അടിപൊളിയാണ്. 1,60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ആണ് കേട്ടോ. 12 160 ഓടിയെങ്കിലും സിംഗിൾ ഓണർ വണ്ടിയാണെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇത് നിങ്ങൾക്ക് 3,45,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കുറച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ. 3,45,000 രൂപയ്ക്ക് 2012 മോഡൽ 13 രജിസ്ട്രേഷനുള്ള VDI 160 ഓടിയ ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച വണ്ടികളിലെല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ലൊരു പൈസ ലോൺ കയറും. മാക്സിമം ഒരു 50,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ഈ കിടക്കുന്ന എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ടിയാഗോ കിടപ്പുണ്ട്. ടിയാഗോ ഏതാ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിയാഗോ XZ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. XZ A+ AMT 2021 വണ്ടിയാണ്. പെട്രോളാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടിയാഗോ XZ ഫുൾ ലോൺ കിട്ടും. 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കേണ്ട. ഇതിൻ്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 8/11/2021 ആണ്. ഇന്ത്യയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കമ്പനി വന്ന അതേ കണ്ടീഷനിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ XZ A+ എന്ന് പറഞ്ഞാൽ അന്ന് കമ്പനി ഇറക്കിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി. ഈ പറഞ്ഞ 38 ഓടി ടയറാണ് കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മാറിയിട്ടില്ല. അത് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഷേപ്പ് ന്യൂ ഷേപ്പാണ്. 21 ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ 5,95,000 രൂപയാണ്. 2021 AMT വണ്ടി കേട്ടോ. 5,95 ആണ് വരിക. വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കുക, സർവീസ് കാര്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ട് മാത്രം എടുത്താൽ മതി. 5,95 21 AMT കൊണ്ടു കേട്ടോ. അതുപോലെ തന്നെ എക്കോസ്പോർട്ട് 1.5 2013 ഡീസൽ 1.18 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പാണ് കേട്ടോ നിലവിൽ. ഇതിൽ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ബോഡിയിൽ കാണുന്നില്ല. ബാക്കി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. മാക്സിമം കമ്പനിയിലൊക്കെ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെക്ക് ചെയ്തോ. ഡീസൽ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നല്ലോണം ചെക്ക് ചെയ്തേ എടുക്കാവുള്ളൂ. ഇന്ത്യയിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇതിൽ AC പവർ സ്റ്റിയറിങ്ങും 4 പവറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വരും. വേറെ അപാകതകളൊന്നുമില്ല ഞാൻ പറഞ്ഞു. അത്യാവശ്യം നല്ല നീറ്റുമാണ് കേട്ടോ.
അത് നിങ്ങൾക്ക് ആർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 13 ഡീസൽ 1.2 ഓടിയ തേർഡ് ഓണർഷിപ്പാണ് കേട്ടോ. അത് നിങ്ങൾക്ക് 4,20,000 രൂപയ്ക്ക് കിട്ടും. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ കുറയാനുള്ളത് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും. 4,20,000 രൂപയ്ക്ക് 13 വണ്ടി എടുക്കാം, മാക്സിമം ലോണും ചെയ്തു തരും കേട്ടോ. ഒരു കോമ്പാക്ട് SUV നല്ല മൈലേജ് കിട്ടുന്ന കാര്യമായ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത ഒരു കിടിലൻ വണ്ടി ബ്രസയാണ്. ബ്രസ അതും ഡീസലാണ് കേട്ടോ. ഡീസൽ 20 മേലെ മൈലേജ് കിട്ടുന്നതാണ് ഹൈലൈറ്റ് ഹൈവേയിലൊക്കെ. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ തൊട്ട് താഴെ ZDI ആണ്. ഇത് 2017 വണ്ടിയാണ്, ഡീസലാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും 32,000 കിലോമീറ്റർ ഡീസൽ ഓടിയിട്ടുള്ളൂ. ഈ സാധനമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആണ് കേട്ടോ. ZDI പ്ലസ് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് വരുന്നത്, പക്ഷേ ഇത് ഏറ്റവും ടോപ്പ് അല്ല, ZDI ആണ്. പക്ഷേ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്. അലോയ് വീൽസ് ഉണ്ട്, ടയർ ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ന്യൂ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ സിംഗിൾ ഓണറാണ്, എല്ലാവിധ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ZDI ആണ് കേട്ടോ. 2017 ഡീസൽ 32,000 കിലോമീറ്റർ ഓടിയ വണ്ടീൻ്റെ വില എന്ന് പറയുന്നത് 8,25,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ കുറയാനുള്ളത് കുറച്ചും തരും കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് വീഡിയോ കണ്ടാണ് വിളിക്കണമെങ്കിൽ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ നെഗോസിയേഷൻസ് എന്തായാലും ചെയ്തു തരും. അതുപോലെ തന്നെ സെയിം സാധനം ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് 2019 വണ്ടിയാണ് കേട്ടോ. ഇത് കുറച്ചൊരു മോഡൽ കൂടിയ വണ്ടിയാണ്. ഇത് VDI ആണ്. 79,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. VDI എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രൊജക്ടർ ഒന്നും വരില്ല, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല. പിന്നെ ഇന്റീരിയറൊക്കെ സെപ്പറേറ്റ് മാറ്റി ചെയ്തതാണ് കേട്ടോ. എന്താ പറയുക, ഒരു ആവറേജ് പുറമേ നിന്ന് കാണുമ്പോൾ തോന്നിയാലും ഇന്റീരിയർ നല്ല വൃത്തിയാണ് കേട്ടോ. അതായത് നല്ല പൈസ മുടക്കി ചെയ്ത സീറ്റ് കവർ തന്നെയാണ്. എന്താ പറയുക, കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ VDI ആണെന്ന് ഞാൻ പറഞ്ഞു. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബേസിക് സാധനങ്ങളൊക്കെ വരും. പിന്നെ ഇത് കൂളിംഗ് അല്ല, ഇത് ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചാണ് കേട്ടോ. ഡുവൽ ടോൺ ആക്കിയതാണ്, കമ്പനി വരുന്നതല്ല. അപ്പോൾ എന്തായാലും ബ്രസ VDI 2019 മോഡൽ ഡീസൽ 79,000 സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് 8,70,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. എന്തെങ്കിലുമൊക്കെ കുറച്ചും തരും കേട്ടോ. ഈ രണ്ട് വണ്ടിയും ആക്സിഡന്റ് ഫ്രീ ആണ്, ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന AGS വേരിയന്റിൽ വരുന്ന 2022 പെട്രോള് 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റിൽ ഡ്യുവൽ ടോൺ വരുന്ന കമ്പനി വരുന്നതാണ് കേട്ടോ. അതും ഓട്ടോമാറ്റിക് ആണ്, AMT വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 11ാം മാസം വരെ ഇൻഷുറൻസും ഉണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിരിക്കും ഓഫ് കോഴ്സ്. എന്തായാലും വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. സ്വിഫ്റ്റ് ZXi പ്ലസ് AGS വേരിയൻ്റ് ആണ്, 2022 ആണ്, പെട്രോളാണ്, 47,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഒരു വർഷത്തെ ഇൻഷുറൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് 8,50,000 രൂപയാണ് വില വരുന്നത്. പ്രൈസ് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എന്തായാലും. എനിക്ക് തോന്നുന്നു കമ്പനി ടയർ മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ടയറൊക്കെ നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചോ, മാറ്റിത്തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംസാരിച്ചോ. കാരണം 47 ഓടിയിട്ട് അങ്ങനെ നിർത്തിയേക്കുന്നതാണ്, അതിൻ്റെ അകത്ത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ഫീച്ചേഴ്സും വരും, അതാണ് മെയിൻ ഗുണം. പിന്നെ ഒരു XZA+ ഓട്ടോമാറ്റിക് വണ്ടി കൂടി കാണിച്ചു തരാം. നമ്മുടെ ടാറ്റേൻ്റെ നെക്സോൺ ആണ്, 2021 വണ്ടിയാണ്. 27/4/2021 എക്സാക്ട് ഡെലിവറി വരുന്നത്. പെട്രോളാണ്, 21,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 2025 9ാം മാസം വരെ ഇൻഷുറൻസും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ടയർ ഭാഗങ്ങളൊക്കെ 21 ഓടി ടയറാണ് കിടക്കുന്നത്, മോശമൊന്നുമില്ല കേട്ടോ. പിന്നെ അലോയ് വീൽസ് ഉണ്ട്, ഇന്റീരിയർ മോശമൊന്നുമില്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. കാരണം ഞാൻ ഈ ചെക്ക് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ഇൻസ്പെക്ട് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നും ഞാൻ അയച്ചു നോക്കാനും തുറന്നു നോക്കാനും നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളോട് ഏത് വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്തെടുക്കുക. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സാധനങ്ങളും നിലവിൽ റീപ്ലേസ് ഇല്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8,59,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2021 മോഡൽ പെട്രോൾ വണ്ടി കിട്ടും കേട്ടോ. 2021 പെട്രോൾ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. ഏകദേശം ഒരു വർഷത്തിനടുത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസും കിട്ടും. 8,59,000 രൂപ വില വരുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും. അപ്പോൾ ഈ കാണിച്ച ബ്രസ മുതൽ എല്ലാ വണ്ടിയും നിങ്ങൾ ഏകദേശം ഒരു 50-1 ഇടയിൽ കൈ കാണുകയാണെങ്കിൽ, പ്രൊഫൈൽ പറ്റിയാണെങ്കിൽ ബാക്കി പൈസ കംപ്ലീറ്റ് നിങ്ങൾക്ക് ലോണും കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. ഒരു സെലറി കാണിച്ചു തരാം. VXi ആണ്, 2021 ആണ്, പെട്രോളാണ്, 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ്, ഓഫ് കോഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൽ VXi ആയതുകൊണ്ട് തന്നെ 21 മോഡൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓണർഷിപ്പ് സിംഗിൾ ആണ്. മേജർ ആയിട്ടുള്ള ഇപ്പോൾ പുറമേ നിന്ന് കാണാനൊന്നുമില്ല കേട്ടോ. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 57,000 കിലോമീറ്റർ 21 മോഡലാണ്. അപ്പോൾ 21-ന് 57,000 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. വലിയ ഓട്ടം കുറവൊന്നും പറയാനില്ല. അവിടെ ഇതിൻ്റെ മേലെ ഓടിയിട്ടുണ്ട്. ഇതിന് വില വരുന്നത് 21 VXiക്ക് നിങ്ങൾക്ക് വില വരുന്നത് 4,95,000 രൂപയാണ്. കുറയാനുള്ളത് കുറച്ച് തരും കേട്ടോ, നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും. അതുപോലെ തന്നെ 2014 പെട്രോള് VXi വണ്ടിയാണ് കേട്ടോ. സ്വിഫ്റ്റ് ആണ്. നമ്മൾ നേരത്തെ കുറേ 6 സ്വിഫ്റ്റ് കാണിച്ചു. അതിൻ്റെ കൂടെ തന്നെ 7ാമത്തെ സ്വിഫ്റ്റ് ആണ് കേട്ടോ. ഇത് സോറി, ഇത് സ്വിഫ്റ്റ് അല്ല കേട്ടോ, ഡിസയർ ആണ്. പറഞ്ഞപ്പോൾ മാറിപ്പോയത് കേട്ടോ. ഇത് ഡിക്കിയുള്ള ഡിസയർ ആണ്. VXi ആണ്, പെട്രോൾ ആണ്, 76,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഓടിയിട്ടുണ്ട്.
5-ാം മാസം, അതായത് അടുത്ത വർഷം 5-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. 4,30,000 രൂപയാണ് വില വരുന്നത്. ഡിസയർ 14 മോഡൽ VXi 4,30,000 രൂപ. കുറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. നിങ്ങളൊന്ന് വന്നിട്ട് കണ്ടിട്ട് നോക്കിയിട്ട് വണ്ടിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് സംസാരിക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ വന്ന് നോക്കുക, എന്നിട്ട് മാത്രം വർത്തമാനം പറയാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എറ്റിയോസ് ഉണ്ട്. എറ്റിയോസ് 14 മോഡലാണ് കേട്ടോ. എറ്റിയോസ് GD ആണ്, 14 മോഡൽ, ഡീസലാണ്, 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പാണ്. പിന്നെ വേറെ കാര്യമായ അപാകതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്ലാറ്റിനം ടൈപ്പാണ് കേട്ടോ. ടൈപ്പ് ആണെന്നല്ല, ടൈപ്പ് ആക്കിയതാണ്. ഇതിനകത്ത് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് കേട്ടോ. 18-ലാണ് മെയിൻ ഗ്ലാസ് കാണുന്നത്. എന്തായാലും 14 മോഡൽ ഡീസൽ 1.60 ഓടിയ 3rd ഓണർഷിപ്പ് വണ്ടി. GD 5,39,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ ടൊയോട്ടനെ സംബന്ധിച്ച് എഞ്ചിന് അത്ര വലിയ പ്രശ്നമൊന്നും വരാത്ത വണ്ടിയാണ്. എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇത് ആണോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് വിളിക്കുന്ന സമയത്തൊന്ന് ചോദിച്ചോളൂ കേട്ടോ. 14 ഡീസൽ 1.60 ഓടിയ വണ്ടി 5,39,000 രൂപ. നെഗോഷ്യബിൾ ആക്കി തരാനുള്ളതിൻ്റെ മാക്സിമം തരുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഇന്നോവ കിടക്കുന്നുണ്ട്. ഇന്നോവ G4 ആണ്. 13.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 13 മോഡലാണ്. 2,50,000 കിലോമീറ്ററാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 3rd ഓണർഷിപ്പാണ്. ഇൻഷുറൻസ് പുതിയത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ G4 ആയതുകൊണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതും ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാൻ മറന്നത്. KL 13 AB ആണ്. കണ്ണൂർ വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. G4 ആണ്. ഇന്റീരിയർ ഒന്നും മോശമില്ല. 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടീൻ്റെ വില 8,75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. മാക്സിമം കുറയ്ക്കാനുള്ളതിൻ്റെ അങ്ങ് അറ്റം കുറച്ച് തരും. കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡസ്റ്റർ RXC ഉണ്ട്. ബേസ് മോഡലാണ്. 13 ഡീസലാണ്. 2013 മോഡലാണ് കേട്ടോ. 2nd ഓണർഷിപ്പാണ്. 2nd ഓണർഷിപ്പിൽ 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാർച്ച് 2025 വരെ ഇതിനകത്ത് ഏകദേശം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ടയർ ഭാഗങ്ങളും മോശമില്ല കേട്ടോ. അത്യാവശ്യം ഒരു 70% ഉണ്ട്. പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ എന്താ പറയുക, വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മരത്തിൻ്റെ ചോട്ടി കിടക്കുന്നതുകൊണ്ട് കുറച്ച് ഇലയൊക്കെ വീണിട്ട് ഒന്ന് വൃത്തിയേട് ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 13 ഡീസലിൻ്റെ വില, 1.14 ഓടിയ വണ്ടീൻ്റെ വില 4,10,000 രൂപ കേട്ടോ. അത് നിങ്ങൾക്ക് കുറയ്ക്കാനുള്ളതിൻ്റെ മാക്സിമം കുറച്ച് തരും. അപാകതകളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടി. ഡീസലാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. അതുപോലെ തന്നെ ഐട്ടൺ ആണ്. ഐട്ടൺ സ്പോർട്സ് 2016 ആണ് കേട്ടോ. 16 സിംഗിൾ ഓണറാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 63,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. രജിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ തരും. ബാക്കി നിങ്ങൾ വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. കാര്യമായ സീറ്റിന് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടായാലും വലിയ പെട്ടെന്നൊന്നും ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ സാധനങ്ങളും വരും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഇലക്ട്രിക്കലി വരും കേട്ടോ. മിറർ ഫോൾഡിംഗ് അടക്കം വരുന്നതാണ്. അപ്പോൾ എന്തായാലും 2016 മോഡൽ ഐട്ടൺ പെട്രോൾ 63,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് 3,70,75,000 രൂപയ്ക്ക് എടുക്കാം. ആലോചിക്കണം. ഐട്ടൺ സ്പോർട്സ് 16 പെട്രോൾ 63,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് 3,70,75,000 രൂപയ്ക്ക് തരും. അതുപോലെ തന്നെ നല്ല കിടലൊരു വാഗണർ കിടപ്പുണ്ട്. ZXi ആണ്. എനിക്ക് തോന്നുന്നു 2023 വണ്ടി കേട്ടോ. പുത്തൻ വണ്ടിയാണ്. 2023 25,000 കിലോമീറ്റർ ഓടിയിട്ടോ. 23 25 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. 12/2/2023 ആണ് ഇതിൻ്റെ ഡെലിവറി വരുന്നത്. പിന്നെ ZXi ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോ വീൽസ് കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ഈ 25 ഓടി ടയറാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. 2/25 വരെ, 2-ാം മാസം 25 വരെ നിങ്ങൾക്ക് എന്താ പറയുക ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ വേറെ കാര്യമായിട്ടുള്ള അപാകതകളൊന്നും തന്നെ പറയാനില്ല. മാനുവൽ വണ്ടിയാണ്. ഈ ZXi ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. അതായത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് സാധനങ്ങളൊക്കെ വരും. അതിൻ്റെ വില എന്ന് പറയുന്നത് 6,60,000 രൂപയാണ്. ആലോചിക്കണം. 2023 വണ്ടി സിംഗിൾ ഓണർ, 25,000 ഓടി ഉണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നുള്ളത് എടുത്താൽ മതി. എന്നിട്ട് എടുത്താൽ മതി. 6,60,000 രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം കേട്ടോ. VDI ആണ്. ഇത് നമ്മളിപ്പോൾ 6171 8-ാമത്തെ വണ്ടിയാണ് കേട്ടോ. 8 സ്വിഫ്റ്റ് കിടപ്പുണ്ട് ഈ ന്യൂ ഷേപ്പിലുള്ളത് ഇവിടെ. സ്വിഫ്റ്റ് VDI ആണ്. 2012 ആണ്. ഡീസലാണ്. 90,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2nd ഓണറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും VDI ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. 12-ൽ ഈ ഒരു ഷേപ്പ് തുടങ്ങുന്ന ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഇതിനകത്ത് എന്താ പറയുക മോശം അല്ലെങ്കിൽ ഒരു അപാകത എന്ന് പറയാനൊന്നും തന്നെ ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാ സാധനമുണ്ട്. ഫ്രണ്ടിൽ 2 പുത്തൻ ടയറും കിടപ്പുണ്ട്. എന്തായാലും 2012 VDI ആണ്. 90,000 കിലോമീറ്റർ 2nd ഓണർ വണ്ടി. അതായത് 25-ാം വർഷത്തിൽ 3-ാം മാസം വരെ ഇതിനകത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. 3,40,000 രൂപയാണ് ചോദിക്കുന്ന വില കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഒരുപാട് വണ്ടി കാണിച്ചില്ല. അപ്പോൾ ഞാൻ തന്നെ നിന്ന് പറഞ്ഞതുകൊണ്ട് ഏകദേശം എൻ്റെ പത വന്നു തന്നെ പറയാം. കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ ഇനി പിടിക്കില്ല. കാരണം മടുത്തു ഏകദേശം.
അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി 2019 മോഡൽ വാഗണറാണ്, VXI ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ വിൻഡോ ഒക്കെ ഉണ്ടാവും. ഫ്രണ്ടിൽ 2 കടുമുത്തൻ ടയർ കിടപ്പുണ്ട്, ഓടാത്ത ടയർ കിടപ്പുണ്ട്. ഇത് ഓടിയിട്ടുള്ളത് എന്ന് പറയുന്നത് 68,000 കിലോമീറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ ഇന്റീരിയർ ഒക്കെ കണ്ടാണ്ടല്ലോ പുതുത്ത വണ്ടി പോലെ തോന്നുള്ളൂ. ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും സിംഗിൾ ഓണറാണ്, ഇൻഷുറൻസ് പുതിയത് എടുത്തു തരും. 2019 VXI 68,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് 4,60,000 രൂപയ്ക്ക് കിട്ടും കേട്ടോ. 4,60,000 ഓൾമോസ്റ്റ് 4 ടയറും പുത്തൻ ടയർ. ഇത് പുതുപുത്തൻ ടയറാണ്, ഓടിയിട്ടേ ഇല്ല. മറ്റേത് ഏകദേശം നിങ്ങൾക്ക് ഒരു 90% ഉണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്ത നല്ല ക്ലീൻ വണ്ടി. അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ കാണിച്ചതിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് പ്രൈസാണ്. വലിയ കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ ചില വണ്ടികളിൽ അത്ര കുറവൊന്നും പറയാനുമില്ല. പക്ഷേ ചില വണ്ടികൾ നിങ്ങൾക്ക് നല്ല വില കുറവിലാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച കുറച്ച് വണ്ടികൾ നല്ല വില കുറവിലാണ് എന്തായാലും ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം സെപ്റ്റംബർ മാസം 30 വരെയാണ് ഇവിടെ മേൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് മെയിൻ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OLXൻ്റെ 6 മാസം വാറണ്ടി ഉണ്ടാവും കേട്ടോ. 14 ശേഷമുള്ള ഏത് വണ്ടി നിങ്ങൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിലും OLX പ്രൊവൈഡ് ചെയ്യുന്ന 6 മാസം വാറണ്ടി ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും കിട്ടും. അപ്പോൾ എന്തായാലും അതൊന്നും മിസ് ചെയ്യരുത്. ഇതൊക്കെ പോയിട്ട് പിന്നെ എന്താ പറയുക, ഈ ചെറിയ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾ വണ്ടിയൊക്കെ നോക്കി, അതായത് 2014-15 റെഡിഗോയൊക്കെ അതേപോലെ തന്നെ GoPlus ഒക്കെ നിങ്ങൾക്ക് 1,10,000 രൂപയ്ക്കൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചിട്ട് നേരെ ഇങ്ങ് പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞ് മടുത്തു. അപ്പോൾ എന്തായാലും വേറെ കുറച്ച് റീൽസ് ഒക്കെ വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.